ബാഗിൽ മണ്ണ് നിറയ്ക്കാൻ കുറച്ച് മെത്തേഡായിട്ടാണ്. ആദ്യം ചെയ്യുന്നത് മണ്ണിന്റെ അസിഡിറ്റി മാറ്റാൻ വേണ്ടി കുമ്മായം ഇട്ട് വെച്ചതിന് ശേഷം കഴിയില്ല, അതല്ല കഴിക്കുന്നത്. കുമ്മായം ഇട്ട് വെച്ചതിന് ശേഷമാണ് 30 ദിവസം കഴിഞ്ഞാണ് മണ്ണിൽ ചാണകം, കോഴിക്കാഷ്ടം, എന്തെല്ലാം ജൈവവളമുണ്ട് അതെല്ലാം ഇട്ടെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിൽ വെക്കുന്നത്. ഈ ഒരു പോണിയുണ്ട്, വിസ്താരം കൂടിയത് കുറഞ്ഞതെല്ലാം ഉണ്ട്. ഇത് ചിലപ്പോൾ വിസ്താരം കൂടിയാണ്, വിസ്താരം കുറഞ്ഞാണ് ഇത് പറ്റിയത്. വലിയ ഗ്രോ ബാഗോ ബാരലൊക്കെ ആണെങ്കിൽ ഇത് വേണം. ഇത് നമ്മൾ ഇതിനകത്ത് വെക്കുന്നു. വെച്ചിട്ട് നമ്മൾ ഈ മിശ്രിതം തയ്യാറാക്കിയ മണ്ണ് ഇതിനകത്ത്, അതിൻ്റെ അടിയിൽ ഒരു ലെയർ തൊണ്ട് ചരിച്ച് വയ്ക്കും. അത് ശകലം മറയത്തക്ക വിധത്തിൽ വളം ചേർത്ത മണ്ണിട്ടതിന് ശേഷം ഇതിനെ വയ്ക്കും. ഇതിനെ വെച്ച ശേഷം നമ്മൾ ഈ വളം ചേർത്ത മണ്ണെല്ലാം ഇതിനകത്തേക്ക് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം കരിയില നേരത്തെ എടുത്തിട്ട് അതിനെ നമ്മൾ പച്ച ചാണകവും ശർക്കര ലായനിയും തളിച്ച് വയ്ക്കും. 1 മാസം കഴിയുമ്പോൾ അതെല്ലാം പൊളിഞ്ഞ് അതിനകത്ത് ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും വളരും. അതാണ് ഇറക്കി വയ്ക്കുന്നത്. അത്രയും വെച്ചിട്ട് ഇവിടെ നമ്മൾ ചെടി നടും. ചെടി നട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ക്രമേണ ഈ ഇലകളെല്ലാം ഇതാവും. അതിനേക്കാളും കൂടുതൽ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വേര് ഇതിനെ ഒന്ന് പിടിച്ചിട്ട് നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട്. ഇരട്ടി വളപ്രയോഗം ഇതിന് വരുന്നുണ്ട്. നമ്മൾ ആവശ്യമുള്ള വളം ഇത് വലിച്ചെടുക്കും, ബാക്കി ഇതിൽ കിടക്കുകയും ചെയ്യും. അതാണ് ഈ വെയിറ്റ് ഇല്ലാത്തത്. ഇത് കോഴിക്കൂടല്ല, കോഴിയുടെ വീടെന്നുള്ളതാണ്. ഇതേപോലത്തെ 3 കൂട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെ ബെഡ്റൂം കോഴികളാണ്. ഇത് ഹാള്, അത് വിശ്രമിക്കാൻ, ചീണ്ടാനും പിടിക്കാനും ഇതിനെല്ലാം കൊണ്ടുള്ള. അപ്പോൾ ഇതിൽ കോഴി ഇതിനകത്ത് കിടക്കും. കോഴിയുടെ കാഷ്ടം വിടുന്നത് എൻ്റെ അടിയിലാണ്. ആ കാഷ്ടത്തിൽ കോഴി ചവിട്ടാനോ കയറി ചീണ്ടാനോ ഒന്നിനോ അനുവദിക്കില്ല. കാഷ്ടം വീഴും. എന്നിട്ട് ഈ കാഷ്ടത്തിന് പഴം, നല്ല പഴുത്ത പഴം കൊണ്ടുവന്ന് ഞവടി ഈസ്റ്റ് ഇട്ട് 3 ദിവസം വെച്ചേക്കും. 3 ദിവസം വെച്ചതിന് ശേഷം അതിന് ശർക്കര ഇടും. അതിനകത്ത് ശർക്കര ഇട്ട് 15 ദിവസം ആസിഡി മാറ്റിയ ചകിരി ചോറ് ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് തൂത്ത് കൊടുക്കും. തൂത്തിട്ട് അതിൻ്റെ പുറത്തായിരിക്കും ഈ ഈസ്റ്റ് ഇട്ട് ഞവടി ആ പഴം എല്ലാം കൊടുക്കുന്നത്. അങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുത്തതാണ് ഈ വളം. ഇതിനെ ഞാൻ ഇട്ടേക്കുന്ന പേര് സസ്യാമൃതം എന്നാണ്. അതായത് നമ്മൾ ഈ ചെടിയുടെ വളർച്ചയെ ഒരു ശരിക്കും പറഞ്ഞാൽ എത്ര വളമുണ്ടെങ്കിലും ചില വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ചെടികൾ വളരില്ല. അപ്പോൾ ഇതിന് ഒരു മൈക്രോ ഫുഡിട്ടാണ് അതിനെ നമ്മൾ അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി നോക്കുന്നത്. അതേപോലുള്ള ഗുണം ചെയ്യുന്നു എന്നാണ് എൻ്റെ അനുഭവത്തിൽ മനസ്സിലായത്. നമുക്ക് കൈ കൊണ്ട് വരാം. ഇല്ലേ, കോഴിക്കാഷ്ടത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? സ്മെല്ലുണ്ടോ? ചൂടുണ്ടോ? ഇതെത്ര ചെടിക്ക് എടുത്ത് കൈ കൊണ്ട് പോയിട്ടിരുന്നാലും ശരി, ചെടികൾ പട്ടുപോവില്ല, ചൂട് അനുഭവപ്പെടില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന വളത്തിൽ ഒഴിച്ചാൽ ഈ ചെടിക്ക് വെള്ളം കൊടുക്കണം, നല്ല നനവ് കിട്ടണം. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഉണ്ടാക്കുന്നത് ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട് സസ്യാമൃതം പ്ലസ്, ഹൃദയാമൃതം പ്ലസ് എന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി വ്യത്യാസമൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഫിഷ് അമിനോ ഉണ്ടാക്കി ഇതിൽ കൂടി മിക്സ് ചെയ്തെടുക്കുന്നത് അത് പ്രത്യേക രീതിയാണ്. അത് ചെടികൾക്ക് ഭയങ്കര വളർച്ചയാണ്. അതിനെ പറയുന്നത് നമ്മൾ ഞാൻ എടുക്കുന്ന പേരെന്ന് വെച്ചാൽ സസ്യാമൃതം പ്ലസ് എന്നാണ്. പിന്നെ ഹൃദയാമൃതം ഉണ്ടാക്കുന്നത് അതിനകത്താണ്, എല്ലാം കൂടി ഒന്നിച്ച് വെക്കുന്നത് അതിനകത്ത്. അതിൽ ഇതെല്ലാം പച്ചിലകൾ അഴിവാറ്റേക്കുന്നതാണ് ഈ ജാറെല്ലാം. പിന്നെ ഫിഷ് അമിനോ ഉണ്ടാക്കുന്നത് മത്തിയും ശർക്കരയല്ല, മീനിൻ്റെ വേസ്റ്റാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാക്കി കൊഞ്ചിൻ്റെ വേസ്റ്റ് വെച്ചൊരു ഫിഷ് അമിനോ ഉണ്ടാക്കി ഭയങ്കര വിജയമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ വിജയഭാസ്കറിൻ്റെ അവിടെ കൊടുത്തു. അവർ കൊടുത്ത പരിശോധിച്ച് വരുമ്പോൾ ചെടികൾക്ക് ഭയങ്കര വളർച്ചയായിട്ടുള്ള അഭിപ്രായം അവർ പറയുകയും ചെയ്തു. അത് കൊഞ്ചിൻ്റെയും ഞണ്ടിൻ്റെയും കൂടി വേസ്റ്റ് വെച്ചുണ്ടാക്കിയ ഫിഷ് അമിനോയാണ്. അപ്പോൾ നമുക്ക് മാലിന്യങ്ങൾ സംസ്കരിച്ച് വ്യത്യസ്തമായ രീതിയിൽ പല പല വളങ്ങളും നമുക്കുണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. അതെല്ലാം നല്ല ജൈവ ഫലഭൂയിഷ്ടമാണ്, യാതൊരു ദോഷമുള്ളതല്ല. നമുക്ക് ഉണ്ടാക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഉള്ളത് തന്നെ 112 കോഴി വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇവിടെ വരുന്നവർക്ക് ഈ മഴ സമയത്ത് പോലും ഒരു സ്മെല്ലോ ഇതും ഉണ്ടായിട്ടില്ല. ആ വിധത്തിലാണ് നമ്മൾ ഇതിനെല്ലാം പരിപാലിക്കുന്ന രീതി.